ഹായ് എല്ലാവർക്കും നമസ്കാരം. ടീം ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് സലീം ഖാൻ്റെ യാർഡിൽ നിന്ന് തന്നെയാണ്. നമ്മൾ മുന്നേ ഒരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നിവിടെ നമുക്ക് പല വെറൈറ്റി വണ്ടികൾ അവൈലബിൾ ആയിട്ടുണ്ട്. എല്ലാ സെഗ്മെൻറ്റ് വണ്ടികളുമുണ്ട്. ഹാച്ച് ബാക്ക്, സഡാൻ, അതേപോലെ തന്നെ SUV സെഗ്മെൻറ്റ് ഒക്കെ തന്നെ ഇവിടെ ലഭ്യമായിട്ടുണ്ട്. എന്തൊക്കെയാണ് കാര്യങ്ങളെന്നൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. അതിന് മുന്നേ കുറച്ച് ലോണിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് സലീം ഖായിട്ട് ആദ്യം ചോദിച്ചറിയാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് തന്നുകൊണ്ടേയിരിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ നമ്മൾ സലീം ഖാന്റെ രണ്ടാമത്തെ എപ്പിസോഡാണ്. സലീം ഖാ, ഇന്നും കുറച്ച് വണ്ടികളൊക്കെ ഉണ്ടല്ലേ? കുറെ അറിയ വണ്ടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു എപ്പിസോഡാണ്. എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. അതിന് മുന്നേ നമ്മൾ ലോണിനെ പറ്റി ഒന്ന് കോമണായിട്ട് ചോദിക്കാണ്. ലോണ് ഇപ്പോ എന്താണ് ലോണിന്റെ ഒരു ക്രൈറ്റീരിയ? ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? ലോൺ ചെയ്യാണ്ടിരിക്കലാണ്. അതൊക്കെ എന്നാലും ആവശ്യം വന്നാൽ ചെയ്യണ്ടേ? ലോൺ പറഞ്ഞാല് പിന്നെ ഇപ്പൊ കൂടുതൽ സേർട്ട് ഫിനാൻസ് ആണ് നമ്മള് മലപ്പുറം ജില്ലയിൽ നമുക്ക് കൊടുക്കാൻ കഴിയുക. പിന്നെ മോഡൽ കൂടിയ വണ്ടിക്ക് കേരളത്തിലെ എവിടെ നമുക്ക് ബാങ്ക് ലോൺ ചെയ്ത് കൊടുക്കാം. 2012 ചവർലയുടെ വണ്ടി കിട്ടില്ല, ടാറ്റിന്റെ വണ്ടി കിട്ടില്ല, ബാക്കിയുള്ള വണ്ടികളൊക്കെ കേരളത്തിലെ എവിടെ പുതിയ മോഡലൊക്കെ കിട്ടും. പഴയ നിർത്തി പോയ വിസ്റ്റ അങ്ങനത്തെ മോഡൽ നാനോ ഒക്കെ അങ്ങനത്തെ ഒന്നും കിട്ടത്തില്ല. ഓക്കെ, ഇൻട്രസ്റ്റ് എത്ര മുതൽ എത്ര വരെ വരാൻ ചാൻസ് ഉണ്ട്? അത് മോഡല് കൂടിയ വണ്ടിക്ക് ചെറിയ ഇൻട്രസ്റ്റ് ഉള്ളൂ. അതായത് ഇപ്പൊ ഒരു 12-13 ബാങ്ക് ലോൺ ഒരു 9% വരുന്നത്. 18-20 ആവുമ്പോൾ അത് കുറയുന്നുണ്ട്. പിന്നെ സേർട്ട് ഫിനാൻസ് മിനിമം 16% വരും. 16%. അത്രയും വ്യത്യാസം ഉണ്ട് സേർട്ട് ഫിനാൻസ്. ബാങ്ക് ലോൺ എങ്ങനെയായാലും നിങ്ങൾക്ക് 7.5 to ഒരു 9 വരെയൊക്കെ ഓരോ വണ്ടിയുടെ മാറ്റത്തിനും അതിനൊക്കെ അനുസരിച്ചിട്ട് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അത്രയാണ് ലോണിന്റെ കാര്യങ്ങൾ. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞുള്ളൂ. അപ്പോൾ നമുക്കൊന്ന് നോക്കാമല്ലേ എന്തൊക്കെയാണ് വണ്ടി എന്നൊക്കെ നോക്കി കളയാം. ഓക്കെ, മഹീന്ദ്ര സൈലോ ആണ്, KL 13 രജിസ്ട്രേഷൻ. എങ്ങനെയാണ് സലീം ഖാ? ഇത് 2009-10 റേസർ. E4 ആണ് ഓപ്ഷൻ. ഓക്കെ, ഇത് നമ്മൾ ഇത് റേറ്റ് ഏകദേശം ഫൈനൽ റേറ്റ് ആണ് 1.75 കൊടുക്കാം. 1.75. ഒരു 7 സീറ്റർ വണ്ടി, 2010 രജിസ്ട്രേഷനുള്ള 7 സീറ്റർ വണ്ടിയാണ്. 1.75 സോറി, 1.75 ഫൈനൽ അല്ല. വണ്ടി കണ്ടീഷനാണ്, എല്ലാ ഫംഗ്ഷനും വർക്കിംഗ് ആണ്. ടയർ ഒരു ആവറേജ് ടയറുള്ളൂ, അതാണ് ഇതിന്റെ മൈനസ്. വേറൊന്നുമില്ല. അടി പരിക്കൊന്നും, അതുകൊണ്ടാണ് ഈ വില കുറച്ച് കിട്ടത്. മറ്റേ 2010 വണ്ടി 2 രൂപ മേലാണ് സാധാരണ. വേറെ അടി പരിക്കൊന്നും വന്നില്ല. സീറ്റ് കവറൊക്കെ പുതിയ ചെയ്തിട്ടുണ്ടല്ലേ? ഓക്കെ. സൈലോനും മൈലേജ് എത്ര പ്രതീക്ഷിക്കാം? സ്കോർപിയോന്റെ മാതിരി ഒരു 10-12 കിലോമീറ്റർ കിട്ടുള്ളൂ. അതൊക്കെ കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ 1.75 ഒരു XUV മൈലേജ് ടയർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇന്നോവക്കടക്കം ഒക്കെ 10-12 റേഞ്ചിലേ കളിക്കുള്ളൂ. ആ സെഗ്മെന്റ് അല്ലേ? ഓക്കെ. ടവേറൊക്കെ എത്ര കിട്ടാറുണ്ട്? ടവേർക്ക് ഒരു 18 കിട്ടും. 18 കിട്ടും. ഓ, ടവേറ ഇപ്പോൾ പൊതുവെ കുറവാണല്ലേ? എവിടെ സ്റ്റോക്ക് ഉണ്ടല്ലേ? 2 സ്റ്റോക്ക് ഉണ്ട്. ഓക്കെ, E4 ആണ് വേരിയന്റ്. 2009-10 രജിസ്ട്രേഷൻ, 1.75. സേട്ടോ ലോൺ അല്ലാതെ ബാങ്ക് ലോൺ എന്തെങ്കിലും കിട്ടാൻ ചാൻസ് ഉണ്ടോ? ഇല്ല, പ്രയാസമാണ്, കുറവാണ്. ചിലപ്പോൾ ശ്രീരാമ കിട്ടും, ഫിനാൻസ് കിട്ടും അല്ലേ? ശ്രീരാമ കിട്ടും. ഓക്കെ, പ്രൈവറ്റ് ഫിനാൻസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതിനും ഇൻട്രസ്റ്റ് കൂടും. 12 എന്തായാലും ആ റേഞ്ചിൽ. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകും. ഫോർഡിന്റെ ഫിയസ്റ്റ KL 11 രജിസ്ട്രേഷൻ. എങ്ങനെയാണ് ഡീറ്റെയിൽസ് സലീം ഖാ? 2006 വണ്ടിയാണ്. പേപ്പർ ടൈം ആയിട്ടുണ്ട്. എടുക്കാനായിട്ടുണ്ട്. ഏകദേശം നമുക്ക് എടുത്തു കൊടുക്കാം. ടെൻഷൻ അടിക്കണ്ട, ഒന്നും അടിക്കണ്ട. 5 കൊല്ലത്തേക്കുള്ള എല്ലാ 2026 വരെയുള്ള പേപ്പർ എടുത്തു കൊടുക്കാം. ഓക്കെ, ഏതാ ഓപ്ഷൻ വരുന്നത്? ഇത് AC പവർ സ്റ്റാറിംഗ്, പവർ വിൻഡോ, എയർ ബാഗ് ഉണ്ടാവില്ല. സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, ഫോർഡ് ഫിയസ്റ്റ ആണ്, 2006 മോഡല്. ഓട്ടം ഏകദേശം പറയാൻ പറ്റുമോ? ഏകദേശം ഒരു 1ന്റെ അടുത്ത്. ഓക്കെ, 88 ഡൗട്ട് ഉണ്ട് സംതിങ്. ഓക്കെ, കിലോമീറ്റർ ഉണ്ട്. റീപ്ലേസ്മെന്റ് ഒന്നും വന്നിട്ടില്ലല്ലോ? ഇല്ല, ഒന്നുമില്ല. എത്ര ഇപ്പോ ചോദിക്കുന്നത്? 1.10 നമുക്ക് പുതിയ പേപ്പർ എടുത്തു കൊടുക്കാം. 1,10,000 പുതിയ പേപ്പർ എടുത്തതിന് ശേഷം 5 വർഷമുള്ള റിന്യൂവൽ എല്ലാം എടുത്തിട്ട് 1.10 തരുന്നുണ്ട്. ഡീസൽ വേരിയന്റ് ആണ്. മൈലേജ് ഒരു 18 റേഞ്ചിലൊക്കെ കിട്ടും. 18 റേഞ്ചിലൊക്കെ മൈലേജും കിട്ടുന്നുണ്ട്. 1,10,000 ഒരു കിടിലൻ സെഡാൻ വണ്ടി. അടുത്ത 5 വർഷത്തേക്ക് പേപ്പറും എല്ലാം ഉള്ളൊരു വണ്ടി ലഭിക്കുന്നുണ്ട്. അടുത്ത വണ്ടി നിൽക്കും. അടുത്തതാ ഹ്യുണ്ടായി സാൻഡ്രോ ആണ്, ഒരു ബ്ലാക്ക് കളർ സാൻഡ്രോ. എങ്ങനെയാണ് സലീം ഖാ ഡീറ്റെയിൽസ്? 2004 മോഡൽ, 24 പേപ്പർ, AC ഉള്ള വേരിയന്റ് ആണ്. പുതിയ മോഡലൊന്നും എടുക്കില്ല? പുതിയ മോഡലൊന്നും എടുക്കാറില്ല? പുതിയ മോഡൽ കിട്ടണ്ടേ? നമുക്ക് കിട്ടുന്നില്ലേ? ബാക്കിയുള്ളതൊക്കെ കിട്ടുന്നില്ല. പൈസ ചെറിയ മട്ടത്തിൽ ഇങ്ങനെ 2004, 2005, 2006 നമ്മളെ കസ്റ്റമറൊക്കെ അങ്ങനത്തെ കസ്റ്റമറാണ്.
എന്തായാലും സെയിൽ നടക്കൂല്ലേ? ഓക്കെ. അപ്പോൾ അടുത്ത് അങ്ങനത്തെ കസ്റ്റമർ പാവപ്പെട്ടവർക്ക് ഇങ്ങനെ തേടി വരുന്നു. ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ഇങ്ങനെ കൊടുക്കുന്ന കച്ചവടമാണ്. പാവങ്ങളുടെ തമ്പുരാൻ സലീം ക. അപ്പോൾ 2004. ഓക്കെ. റീപ്ലേസ്മെന്റ് ഒന്നും വന്നില്ലല്ലോ? റീപ്ലേസ് ഇല്ല, മെയിൻ ക്ലാസ് 2004 ഓക്കെ, അത് മാറിയിട്ടുണ്ട്. പുതിയ ക്ലാസ് ഇട്ടാണ്. പുതിയ ക്ലാസ് ഇട്ടാണ്. പഴയതായതുകൊണ്ട് പഴയ ക്ലാസ് വെയിലുകൊണ്ട് നരച്ചിട്ടേ അയാൾ മാറ്റിയതാണ്. കണ്ണാണ്. ഓക്കെ. AC മാത്രമുണ്ട്. AC നല്ല കൂളിംഗ് ആണ്. പവർ സ്റ്റിയറിംഗ് ഇല്ല, ഒന്നുമില്ല. AC മാത്രമേ ഉള്ളൂ. ഓക്കെ. ചില ആൾക്കാർ ചോദിക്കല്ലോ പവർ സ്റ്റിയറിംഗ് ഇല്ലാത്ത സാധനം ഉണ്ടോന്ന്. അവർക്കും വഴി ഗുണം വെച്ചാൽ. എത്ര ഇപ്പൊ ചോദിക്കുന്നത്? ഇത് 75 രൂപ. 75,000. ഓക്കെ. അഡ്ജസ്റ്റ്മെന്റ് സലീം എന്തായാലും ചെയ്തു തരും, പേടിക്കേണ്ട ആവശ്യമില്ല. 75,000 രൂപ. അടവ് ചോദിക്കേണ്ട, അടവ് കിട്ടൂല. ലോൺ സൗകര്യം ഒന്നും കിട്ടത്തില്ല, അതൊന്നും പ്രതീക്ഷിക്കേണ്ട. മൈലേജും ഒരു 13, 15 ആ റേഞ്ചിൽ മൈലേജ് ഉണ്ടാവും. അടുത്ത വണ്ടിയിലേക്ക് പോകും. അടുത്തത് ടൊയോട്ടയുടെ പടക്കുതിര, ടൊയോട്ട ക്വാളിസ്. നല്ല പരിചയമുള്ള സലീം കാ. ഇത് നിങ്ങളെ കണ്ട ആ പരിചയമുള്ള വണ്ടിയല്ല. ഇത് മുദ്ര മാറ്റുണ്ടോ നോക്കി. അന്ന് കണ്ടിന്യൂ ഇതേ കളറ്. മുദ്ര മാറ്റമുണ്ടല്ലേ? ഇത് ദ്വിമുദ്രയാണ്, മറ്റേത് ഏകമുദ്രയായിരുന്നു അല്ലേ? ഓക്കെ. എങ്ങനെയാണ് കാര്യങ്ങൾ? ഇത് 2002. AC, പവർ സ്റ്റാറിംഗ്, സെൻട്രൽ AC, പവർ വിൻഡോ എല്ലാം പക്ക വർക്കിംഗ് ആണ്. കുഴപ്പങ്ങളൊന്നുമില്ല. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? റീപ്ലേസ് ഇല്ല. റീപ്ലേസ് ഇല്ലെങ്കിലും റീയല്ലേ? റീയാണ്. എവിടുന്നാ മാറിയത്? എന്നാലും ഇപ്പൊ കേരളത്തിലാണ്. ഓക്കെ. എല്ലാം വർക്കിംഗ് ഉള്ള ഒരു കണ്ടീഷൻ വണ്ടിയാണ്. കിലോമീറ്റർ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു കാര്യമില്ല. എത്ര ഇപ്പൊ ചോദിക്കുന്നത്? ഇത് 110. ഈ 110 നമുക്ക് ഇപ്പൊ ടാക്സ് പെൻഡിങ് ആണ്. ടാക്സ് ചെയ്ത് കൊടുക്കാം, ഇൻഷുറൻസ് പുതിയ എടുത്തും കൊടുക്കാം. ഓക്കെ. ഈ പേപ്പറൊക്കെ ഓക്കെ ആക്കിയിട്ട് 1,10,000 ഒരു കിടിലൻ 7 സീറ്റർ വണ്ടി. ഡീറ്റെയിൽ ആയിട്ട് വരിക. മെക്കാനിക്കൽ പാർട്സ് കാര്യങ്ങളൊക്കെ തന്നെ. സീറ്റ് കവറൊക്കെ പുതിയ ചെയ്തിട്ടുണ്ട്. ബാക്കി മെക്കാനിക്കൽ സൈഡൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുക, ബോഡി സൈഡ് ചെക്ക് ചെയ്യുക, എന്നിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ എടുക്കുക. 110 എന്തായാലും റിന്യൂവൽ എന്തായാലും കിട്ടാൻ ചാൻസ് ഉണ്ട്. കിട്ടണം. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ദ്വിമുദ്രയാണ്, സൂക്ഷിച്ചോളൂ. മാറ്റമുണ്ട്. അടുത്ത വണ്ടി പോവാം. ഇതാ സ്കോർപ്പിയോ ആരാധകർക്ക് വീണ്ടും ഒരു സ്കോർപ്പിയോ KL 13 രജിസ്ട്രേഷൻ. എങ്ങനെയാണ് സലീം കാര്യങ്ങൾ? ഇത് 2006, 2007 രജിസ്ട്രേഷൻ. ഓക്കെ. 7 രജിസ്ട്രേഷൻ ഉണ്ട് അല്ലേ? ഏതാണ് ഓപ്ഷൻ വണ്ടി? ഇത് AC പവർ സ്റ്റാറിംഗ്, 4 ഡോർ പവർ വിൻഡോ, CRD എഞ്ചിനാണ്. CRD. മൈലേജ് ഒരു 13 ഒക്കെ കിട്ടും. കിട്ടണം. പുതിയ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? കണ്ടീഷൻ നല്ല ഒറിജിനാലിറ്റി ഉണ്ട്. ഒരു കുഴപ്പമില്ല അല്ലേ? റീപ്ലേസ്മെന്റ് ഒന്നും വന്നിട്ടില്ല. മെക്കാനിക്കലൊക്കെ നല്ല കണ്ടീഷനിൽ തന്നെയാണ് വണ്ടി ഉള്ളത്. സലീം കട ആ ഒരു ഉറപ്പുണ്ട്. കിലോമീറ്റർ ഞാൻ ചോദിക്കുന്നില്ല. എന്തായാലും റേറ്റ് എത്രയാണ്? 1,75,000. 1,75,000. അപ്പോൾ 2006, 2007 മോഡല് 1,75,000 രൂപ. ഒരു 7 സീറ്റർ കിടിലൻ വണ്ടി. ലോണും കാര്യമൊന്നും കിട്ടില്ല. സൈഡ് ടു ലോൺ കിട്ടാൻ ചാൻസ് ഉണ്ട്, അതും ശ്രമിച്ചു നോക്കാം. ഓക്കെ. മെക്കാനിക്കലൊക്കെ ഫിറ്റാണ്. ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തിട്ട് എടുത്തോളൂ. ടയർസ് എങ്ങനെയുണ്ട് സലീം കാ? ഉണ്ടല്ലോ ഒരു 50% ആവറേജ് 50 പറയാം ടയർസ്. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക് പോകും. അടുത്ത വണ്ടി നമ്മൾ അങ്ങനെ ഒന്നും കാണാത്തൊരു വണ്ടിയാണ്. അങ്ങനെ ഒന്നും കാണാറില്ല. ടാറ്റ സുമോ ആണ്. എങ്ങനെയാണ് ഡീറ്റെയിൽസ്? ഇത് 2004. 24 വരെ റിന്യൂവൽ ഉണ്ട്. ഓക്കെ. AC പവർ സ്റ്റാറിംഗ്, 4 ഡോർ പവർ വിൻഡോ എല്ലാം വർക്കിംഗ് ആണ്. സുമോ വിക്ടാറിന്റെ വേരിയന്റ് ആണ്. ഓക്കെ. ടാക്സ് ഇപ്പോൾ തെറ്റി കിടക്കുകയാണെങ്കിൽ നമുക്ക് എടുത്തു കൊടുക്കാം, ഇൻഷുറൻസും പുതിയ ചെയ്ത് കൊടുക്കാം. പേപ്പർ ഭാഗങ്ങളൊക്കെ ക്ലിയർ ആയി തരും സലീം കാ, ഒന്നും പേടിക്കണ്ട. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? ഒന്നും മാറിയിട്ടില്ല. ഓക്കെ. എത്രയാ ഇപ്പോൾ റേറ്റ്? 85 രൂപയ്ക്ക് പുതിയ പേപ്പർ. 85,000 വിത്ത് പുതിയ പേപ്പർ. എല്ലാം പുതിയ പേപ്പേഴ്സ് എടുത്തിട്ട് 85,000 രൂപയ്ക്ക് ഒരു ടാറ്റ സുമോ. പുതിയ പേപ്പർ എന്ന് പറയുമ്പോൾ റിന്യൂവൽ ഇനി 24 വരെ ഉണ്ട്. അത് കഴിഞ്ഞാലും 5 വർഷം കിട്ടൂല. റിന്യൂവൽ ഇനി 24 വരെ ഉണ്ട്. അത് കഴിഞ്ഞാലും 5 വർഷം കിട്ടും. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളുടെ ഒരു കണക്ക്. അപ്പോൾ നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോകാം. 85,000 അങ്ങനെ പോകാൻ പറ്റട്ടെ. ടയേഴ്സ് എങ്ങനെയുണ്ട്? ടയേഴ്സ് ഫ്രണ്ട് കുഴപ്പമില്ല, ഒരു 90% ഉണ്ട്. പുറകിലും ഒരു 70% ഒക്കെ ടയേഴ്സ് ഉണ്ട്. ഓക്കെ. എന്നാൽ അടുത്ത വണ്ടിയിലേക്ക് പോകാം. ആയിക്കോട്ടെ. KL 12 രജിസ്ട്രേഷൻ ഷെവർലെ ടവേര. എങ്ങനെയാണ് സലീം കാ ഡീറ്റെയിൽസ്? ഇത് 2009 ടാക്സിയിലാണുള്ളത്. പിന്നെ AC പവർ സ്റ്റാറിംഗ്, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, റിമോട്ട്, സെറ്റ് എല്ലാം ഉണ്ട്. ഒരുമാതിരി എല്ലാ ഓപ്ഷനും ഉണ്ട്. എല്ലാ ഫംഗ്ഷനും വർക്കിംഗ് ആണ്. ഇത് 2 ലക്ഷം രൂപ. 2 ലക്ഷം. ഓക്കെ. ലോൺ എന്തായാലും സൈഡ് ടു ഫിനാൻസ് കിട്ടും. വേറെ റീപ്ലേസ്മെന്റ് ഒന്നും വന്നിട്ടില്ലല്ലോ? റീപ്ലേസ്മെന്റും കാര്യമൊന്നുമില്ല. പിന്നെ ഷെവർലയുടെ പാർട്സ് പലർക്കും ഡൗട്ട് ഉണ്ടാവും. നമ്മൾ പല വീഡിയോയിലും ഇവിടുന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. പാർട്സും കിട്ടുന്നുണ്ട്, അതേപോലെ തന്നെ സർവീസും ലഭ്യമായിട്ടുണ്ട്. ടവേരനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ ടവേരയ്ക്ക് എല്ലായിടത്തും പാർട്സ് കിട്ടും. വേറെ ഷെവർലയുടെ ചില വണ്ടികൾക്കാണ് ബുദ്ധിമുട്ടുള്ളൂ. ചെറിയ വണ്ടികൾ ഇറങ്ങിയല്ലേ,
ചെറിയ വണ്ടികൾക്ക് മാരുതിയുടെ പാർട്സ് ഒക്കെ സൂട്ട് ആവുന്നുണ്ടെന്നൊക്കെ പറയുന്നത് കേൾക്കാം. ചെറിയ വണ്ടികളൊക്കെ ബീറ്റ് വണ്ടികൾക്ക്. ഓക്കെ, ഇതിനും ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ, ഒരു വർഷങ്ങളും ഇല്ല, എല്ലാ സാധനം കിട്ടും. ഓക്കെ. വേറെ എന്തെങ്കിലും റീപ്ലേസ്മെന്റ് വന്നാലും നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. ചെറിയൊരു ഡിലേ വരുന്നേ ഉള്ളൂ, വേറെ ഇതൊക്കെ പെട്ടെന്ന് സാധനം കിട്ടും, പെട്ടെന്ന് കിട്ടുന്നുണ്ട്. ഇനി പാർട്സിന് ആർക്കും എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളായിട്ട് ബന്ധപ്പെട്ടാൽ മതി, സാധനം ചെയ്ത് കൊടുക്കും. ഏത് വണ്ടിയുടെ. അപ്പോൾ ആ ഒരു ഗ്യാരണ്ടി സലീം വരുന്നുണ്ട്. ഇവിടെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ പാർട്സിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി, പുള്ളി അതും അറേഞ്ച് ചെയ്ത് തരുന്നുണ്ട്. ടയർ ബാങ്കളൊക്കെ എങ്ങനെയുണ്ട്? ആവറേജ് ഉള്ളൂ, ആവറേജ് ടയേഴ്സ് ഉള്ളൂ. ഷെവർലയുടെ ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ മൈലേജ് ആണ്. മൈലേജ് ഉണ്ടാവും, ഒരു 18 മൈലേജ് പ്രതീക്ഷിക്കും എന്തായാലും ഷുവറായിട്ട്. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. ഷെവർലെ ടവേര എങ്ങനെയാണ് സലീം കാ ഡീറ്റെയിൽസ്? ഇത് 2005 മോഡല്, 25 വരെ പേപ്പർ ഉണ്ടാവും. ഓക്കെ, വണ്ടി നല്ല കണ്ടീഷനാണ്, 4 ടയറും പുത്തൻ ടയറാണ്, പുതിയ ടയേഴ്സ്. 2005 മോഡല്, ഫുൾ കണ്ടീഷൻ. മെക്കാനിക്കലി ഒന്നും പറയാനില്ല, ഒരു കുഴപ്പമില്ല. ഇൻഷുറൻസ് ഒക്കെ പുതിയതാണ്. മൈലേജും ഒരു 18 എന്തായാലും പ്രതീക്ഷിക്കാം അല്ലേ? ഓക്കെ, നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ചെയ്തു. പുതിയ സീറ്റ് കവറും കാര്യങ്ങളും. റീപ്ലേസ്മെന്റ് ഒന്നും വന്നിട്ടില്ല അല്ലേ? ഓക്കെ, റീപ്ലേസ്മെന്റ് ഒന്നും പറഞ്ഞോടാ, ചിലപ്പോൾ നമ്മൾ നിൽക്കുന്നിടത്ത് റീപ്ലേസ്മെന്റ് വരാൻ ചാൻസ് ഉണ്ടാവണുള്ളൂ, റീപ്ലേസ് ആവാനായില്ല. ഓല കിട്ടിയോ? ഓക്കെ, എത്രയും റേറ്റ്? 1.55. 1,55,000 ഒരു 7 സീറ്റർ. ഇത് ഫുൾ ഇങ്ങനത്തെ 1,50,000 1,70,000 കണക്കാക്കി 7 സീറ്റർ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ വിറ്റും പോകുന്നുണ്ട്. പലരും നമ്മുടെ വീഡിയോയിൽ കമന്റ് ചെയ്യും, ഇതൊക്കെ എന്തിനാണ് ആ പൊളിക്കാൻ കൊണ്ടുവന്ന വണ്ടികൾ എന്തിനാണ് കാണിക്കുന്നത്. പക്ഷേ നമ്മളിപ്പോ ഇവിടെ വീഡിയോ ചെയ്ത് അടുത്ത പ്രാവശ്യം വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് ഈ വണ്ടികളൊന്നും ഇവിടെ ഉണ്ടാവില്ല. വീഡിയോ വണ്ടികളൊന്നുമില്ലല്ലോ, ഒന്നുമില്ല, വിറ്റ് പോയിട്ടുണ്ട്. കമന്റ് നമുക്ക് അങ്ങനെ വരാറുണ്ട്. എന്നിട്ടും വണ്ടി അടിക്കുന്നവരടിക്കട്ടെ, ആളുകള് അത്രയും താല്പര്യപ്പെടുന്നുണ്ട്. കമന്റിന്റെ ബൈക്ക് പോട്ടെ. ഓക്കെ, കമന്റ് നമ്മൾ മൈൻഡ് ചെയ്യണം, കാരണം വെച്ചാല് അവരുടെ അഭിപ്രായമാണ്, നമ്മുടെ വ്യൂവേഴ്സിന്റെ അഭിപ്രായമാണ്. അപ്പൊ അത് നമ്മൾ മൈൻഡ് ചെയ്തിട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഇത് അടുത്ത വണ്ടി KL 60 രജിസ്ട്രേഷൻ. ഇത് റീ വണ്ടിയാണ്. ഞാൻ ചോദിക്കുന്നതിന് മുന്നേ പറഞ്ഞില്ല. ഓക്കെ, നിങ്ങൾക്ക് അതാണല്ലോ ഇഷ്ടം, റീ എന്ന് പറയാ. റീ ഇത് 2009 അൾട്ടിസ് ആണ്, കൊറോള അൾട്ടിസ് ആണ്, 9 മോഡൽ. ഓക്കെ, പെട്രോൾ. ബാക്കി റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? ഇല്ല, ഒന്നുമില്ല. ക്രാക്ക് ഉണ്ട്, ഓൺലി ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ട് അത് ചെറിയൊരു മാറ്റാനുള്ള അവസരമുണ്ട്, ചെറിയ ക്രാക്ക് ഉണ്ട്. വീണ്ടും വേണേ മാറ്റാം, എല്ലാം പുതുക്കി എടുക്കാം, ഒരു പ്രശ്നമില്ല. ഓക്കെ, പെട്രോളിൽ 11 മൈലേജ് പ്രതീക്ഷ, 11-12 ആ റേഞ്ചിൽ മൈലേജും കണ്ടാൽ മതി. പുതിയ സീറ്റ് കവർ ചെയ്തതാണോ? എല്ലാം ചെയ്താണ്, പുതിയ ചെയ്തതാണ്. എല്ലാം വർക്കിംഗ് ആണോ? പക്ക ഒക്കെ വർക്കിംഗ് ആണ്, ഒരു കുഴപ്പമില്ല, ഒക്കെ വർക്കിംഗ് ആണ്. ടയർ നല്ല നോക്കുകയാണ്, എത്ര പെർസെന്റേജ് ഉണ്ട്? ഒരു 80% ടയർ ഉണ്ട്. അളന്ന് നോക്കിയാലോ? ഒന്നും പ്രശ്നമില്ല. ഓക്കെ, എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? 290. 2009 ആൾട്ടിസ്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ വരുന്ന ഓപ്ഷനാണ്. റേറ്റ് 290. 390 അല്ല, 290. ഒരു വലിയ സ്ഥലം വണ്ടി 290. ലോണും കാര്യമൊന്നും കിട്ടത്തില്ല, ഫ്രീ വണ്ടിയാണ്. ഒരു 1.5 രൂപ കൊടുക്കോ? ബാങ്ക് ലോൺ കൊടുക്കോ? ബാങ്ക് കിട്ടത്തില്ല. നമ്മൾ ബാങ്കിന്റെ കാര്യം പറഞ്ഞു. സേട്ടു ഇത്രയും പലിശ കൊടുത്ത് ആരെങ്കിലും എടുക്കാൻ നിൽക്കും. താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യാം. ഞാൻ പറഞ്ഞില്ല, ലോണിന് നമുക്ക് താല്പര്യമില്ല, നിർബന്ധമുള്ളവർക്ക് കൊടുക്കാൻ മാത്രം. ഞാൻ ലോൺ ചെയ്യണില്ല, അത് ഓരോ ഏജൻസിക്ക് കൊടുക്കുകയാണ്, അവര് ചെയ്യണേ. ലോണായിട്ട് ബന്ധമല്ല. ഓക്കെ, അപ്പോൾ അടുത്ത വണ്ടിയിലേക്ക് പോകാം. KL 58 രജിസ്ട്രേഷൻ, മിറ്റ്സുബിഷി ലാൻസർ. എങ്ങനെയാണ് സലീം കാ ഡീറ്റെയിൽസ്? ഇത് പെട്രോൾ ആണ് വണ്ടി, പെട്രോൾ 2003 മോഡലാണ്. ഓക്കെ, ടാക്സ് ഇപ്പോൾ തീർന്നിട്ട് റീവണ്ടി ആയിരിക്കും, 90%. അതുകൊണ്ടാണ് ടാക്സ് ഇപ്പോൾ കഴിഞ്ഞ പുതിയ ടാക്സ് അടച്ചിട്ട് നമുക്ക് 85 രൂപ. 85,000. 2003 മോഡൽ പെട്രോൾ വണ്ടി, 85,000. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ എല്ലാം വരുന്നുണ്ട്. 85,000 റീ വണ്ടിയാണല്ലേ? KL 58P. ഓക്കെ, റീ വണ്ടി ആയിരിക്കും. 85,000 ഒരു കിടില സെഡാൻ വണ്ടി. അടവ് കിട്ടുമെന്ന് ചോദിക്കണ്ട, അടവൊന്നും കിട്ടൂല. അടവാര് ചോദിക്കുന്നത്? 2003 മോഡൽ ലാൻസർ അടവൊന്നും ചോദിക്കത്തില്ല. 85,000 രൂപ റൊക്കം കൊടുത്ത് എടുക്കുക. പേപ്പറും 2023 23 ഉണ്ടാവും. ടാക്സ് പുതിയത് 5 വർഷത്തേക്കുള്ള ടാക്സ് അടച്ചോ. ഓക്കെ, നിലവിൽ ഇപ്പോൾ ടാക്സ് റിന്യൂവൽ കിട്ടുമല്ലോ എന്തായാലും? അതൊക്കെ കിട്ടും. മൈലേജ് പെട്രോളില് 13 കിട്ടും. 13-14 പ്രതീക്ഷ മതി, ആ ഒരു റേഞ്ച് പ്രതീക്ഷ മതി. ഓക്കെ, ഇതൊക്കെ എന്താ പറയുക, CNG-ലോട്ടാണ്ട് കൺവേർട്ട് ചെയ്താൽ മതി. പെട്രോൾ വണ്ടി ചെറിയൊരു ഡിമാൻഡാ, കാരണം CNG കണ്ടമാനം ഇറങ്ങണേ കൊണ്ടേ കൺവേർട്ട് ചെയ്താൽ മതി അല്ലേ? ഓക്കെ, CNG കയറ്റാനും ചെറിയൊരു എക്സ്പെൻസ് വരും, മൈലേജ് ഉണ്ടാവും. ഏകദേശം എത്ര വരുന്നുണ്ടോ CNG? 30-40 വരും. 40,000 രൂപ കയ്യിൽ ചെയ്ത് വർക്ക് ചെയ്താൽ CNG ആക്കാം. CNG ആക്കി കഴിഞ്ഞാൽ മൈലേജ് എത്ര കിട്ടാൻ? മൈലേജ് പെട്രോളിനായിട്ടും കൂടുതൽ കിട്ടുന്നുണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ പെട്രോളിന്റെ പുള്ളിങ് കൂടുതലുണ്ട്, പുകയില്ല,
റേറ്റ് 50-51 റുപ്യ റേറ്റ് ഉള്ളൂ. മൈലേജ് സെയിം ആണ്. റിന്യൂവലും കിട്ടാൻ ചാൻസ് ഉണ്ട്. ഒരു പ്രശ്നമില്ല. ഒരു വർഷമില്ല. റേറ്റും കുറവാണ്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ പല ലാഭങ്ങളും ഉണ്ട്. ഇപ്പൊ നമ്മളിന്ന് ഈ ആഴ്ച കുറെ പെട്രോൾ വണ്ടികൾ, നല്ല കൊറോള അങ്ങനത്തെ കുറെ വണ്ടികൾ ചെയ്യാൻ പറ്റൂലേ? എല്ലാ വണ്ടിയും ചെയ്യാൻ പറ്റും. എല്ലാ വണ്ടിയും ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നോക്കിക്കോളൂ, നല്ലൊരു കിടിലൻ സെഡാൻ വണ്ടി വെറും 85,000 രൂപയ്ക്ക്. CNG കൂടി കയറ്റുവാണെങ്കിൽ ഒരു 1,20,000-30,000 രൂപ സംതിങ് വരുമല്ലോ മൊത്തത്തിൽ കോസ്റ്റ് വരുന്നുള്ളൂ. ടീം ടെക്കിൻ്റെ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്ന് കാണിച്ച വാഹനങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സലീം ഖാനെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിന്ന് പറഞ്ഞ പോലെ തന്നെ ലോണിൻ്റെ ഡീറ്റെയിലും ഒക്കെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം പലപ്പോഴും എടുത്തെടുത്ത് ചോദിക്കുന്ന, കമൻറ്റിൽ ചോദിക്കാറുള്ള കാര്യങ്ങളാണ് ലോണിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ. അത് തന്നെയാണ് നമ്മൾ വീണ്ടും ആവർത്തിച്ച് പറഞ്ഞത്. അതേപോലെ തന്നെ വണ്ടികളുടെ മൈലേജ് പല വണ്ടികളിലും പല വീഡിയോകളിലും നമ്മൾ ഓരോ വണ്ടിയുടെ മൈലേജ് എടുത്തെടുത്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനും പലരും കമൻറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ എടുത്തെടുത്ത് ചോദിക്കേണ്ട ആവശ്യമില്ല. എങ്കിലും അറിയാത്ത പലർക്കും വേണ്ടിയാണ് നമ്മൾ എടുത്ത് ചോദിക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും അതൊരു ബോറായിട്ട് പോകുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണും വരെ ബൈ.